അങ്ങനെ ഞങ്ങൾ ബാലവാടി മോനെ പറഞ്ഞയക്കുകയാണ്. 2 മാസത്തോളമായി പോകാത്തത്. അതിൻ്റെ മുന്നേ 3.5 വയസ്സിൽ പറഞ്ഞയച്ചിരുന്നു ബാലവാടിയിൽ. ഇപ്പോൾ 2 മാസത്തോളം ഞാൻ ചേച്ചീൻ്റെ വീട്ടിലായതുകൊണ്ട് പോയിട്ടില്ലായിരുന്നു. ഇപ്പോൾ പറഞ്ഞേക്കുകയാണ്. ഞാൻ വിചാരിച്ചു മടിയായിരിക്കുന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെറിയൊരു ഇതുണ്ടേനു, പക്ഷെ ഉഷാറില്ല. ഞാൻ പറഞ്ഞ് ഞാൻ റെഡിയാക്കി മാറ്റിയെടുത്തു. ഓരം പോക്കാണ്, പക്ഷെ അങ്ങ് എത്തിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അതും അറിയില്ല. എന്തോ ആണോ എന്ന് ഒരു സംശയത്തിലായിരുന്നു ഞാൻ പോയത്. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. ബാലവാടിയിൽ ഓരോന്ന് ചോദിച്ച് ഷോപ്പിങ്ങിട്ട് പതിപ്പിച്ചെടുത്തതാ കൊണ്ട് പോകുന്നത്. ബാലവാടി പോയിട്ട് വരാമോ? ബാലവാടി പോയിട്ട് ബാലവാടി പോയിട്ട് വരാമോ? ബാലവാടി പോയിട്ട് വരാമോ? ഞങ്ങൾ ബാലവാടി എത്താറായി. ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഈ വീട്ടിൽ, പക്ഷെ അവള് പോയിട്ടുണ്ടാവും. അവളുടെ വീട്ടിൽ ഫ്രണ്ടുണ്ടായിരുന്നു, അവൾ പോയിട്ടുണ്ടാവും. ഉച്ചയായിട്ട് ഞങ്ങൾ പോകുന്നത് ഏകദേശം ലേറ്റായി പോയിട്ട് ഞാൻ ടീച്ചർ ചോദിച്ചിന് പിന്നെ ലേറ്റായിപ്പോൾ എന്താണ് കൃത്യം 10 മണിൻ്റെ മുന്നേ അങ്ങോട്ടാണ്. ഒരു 9:45 നമുക്ക് ബാലവാടിയിലാക്കണം. പിന്നെ ലേറ്റായിപ്പോയി. 1 മാസത്തോടെ പോകാത്ത ദൂരം അയ്യൂരിയിൽ ലേറ്റായിപ്പോയതാണ്. ഞാനൊന്നും മടിക്കാണ്ട് ബാലവാടി പോയില്ല. ഇതൊന്നുമില്ലാണ്ട് അങ്ങനെ ഞങ്ങൾ ബാലവാടിയിൽ എത്താറായി. ഇനിയിപ്പോൾ എന്തോ ആവോ എന്നുള്ള സംശയത്തിലായിരുന്നു, പക്ഷെ കുഴപ്പമൊന്നും എന്തോ കുറേ ദിവസമായിട്ടും പോവാത്ത കുട്ടികളൊക്കെ കരയുന്നുണ്ട്. ടീച്ചർ പറയുന്നു അങ്ങനെ ബാലവാടിയിലാക്കി. ടീച്ചർ സമയം ഞാനൊക്കെ പറഞ്ഞിന് എന്താ ലേറ്റായിപ്പോയി. നേരത്തെ എന്തോ കരച്ചലൊന്നും ഇല്ലേ, കരയാണ്ടെല്ലാം ഒറ്റയ്ക്ക് എന്തോ സങ്കടപ്പെട്ട് നോക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്നിട്ടില്ല, അവിടെ നിന്ന് അങ്ങനെ ആക്കി അങ്ങനെ തന്നെ പോന്നു. അത് 2 മാസം പോകാണ്ടായല്ലോ. എൻ്റെ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്താറായി. നടന്ന് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തായി. പക്ഷെ കൊണ്ടുപോയൊക്കെ എന്തോ പോലെ മോനില്ലാത്തതുകൊണ്ട്. എന്നാൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ